ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാദിസ് 6ാമത്തെ പാഠം. അവ്വലു ബൈത്തിൻ ആദ്യത്തെ ഭവനം. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗത്തിന് മുമ്പ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് വായിക്കാം. എന്താ പറയുന്നത്? മക്കയിൽ വെള്ളമുണ്ടായതോടെ ജീവികളും പറവകളും എത്തി. അതുവഴി വന്ന ജുർഹും ഗോത്രക്കാർ ഹാജറ ബീവി റളിയല്ലാഹു അൻഹായുടെ അനുവാദത്തോടെ അവിടെ സ്ഥിരതാമസമാക്കി. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം കഅബ പുതുക്കിപ്പണിയാനുള്ള അല്ലാഹു തആലയുടെ കൽപ്പനയുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ് കഅബ ഷരീഫ. അത് ആദ്യം പണിതത് മലക്കുകളാണ്. നിർമ്മാണത്തിൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിച്ചു. നിർമ്മാണം പൂർത്തിയായി. ആദ്യം പണിതത് മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആലയുടെ കൽപ്പനയുമായി കഅബ പുതുക്കി പണിയാൻ വന്നതാണ്. അപ്പോൾ ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നിർമ്മാണത്തിൽ സഹായിച്ചു. മനസ്സിലാക്കുക. നമുക്ക് ബാക്കി പാഠം വായിക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. ഇത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയുടെ പണി പൂർത്തിയായപ്പോൾ പ്രാർത്ഥിച്ചത് എന്ത്? അപ്പോൾ അത് എഴുതേണ്ടി വരും, മനസ്സിലാക്കി പഠിക്കാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജുർഹും ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജുർഹും ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ പരിശുദ്ധ മക്കയിൽ ധാരാളം ജനങ്ങളുണ്ടായി. ജനവാസം വർദ്ധിച്ചു. മക്ക സ്ഥിതി ചെയ്യുന്നത് ജസീറത്തുൽ അറബിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. എവിടെ? ചോദ്യം വരാറുണ്ട്, മനസ്സിലാക്കാം. ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന ജസീറത്തുൽ അറബിയിൽ ഇപ്പോൾ 8 രാജ്യങ്ങളുണ്ട്. ജസീറത്തുൽ അറബിയിൽ ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്? 8 രാജ്യങ്ങളുണ്ട്. മനസ്സിലാക്കാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പേരക്കുട്ടിയാണ് അദ്നാൻ. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ ഫേർ ഇബ്നു മാലിക്കിന്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ആരാണ് ഖുറൈശികൾ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലെ ഫേർ ഇബ്നു മാലിക്കിന്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ആരാണ് ഖുറൈശികൾ? മനസ്സിലാക്കുക. ഖുറൈശ് ഗോത്രത്തിലെ ഖുസൈ ഇബ്നു കിലാബിന്റെ കാലത്ത് പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചു. ഖുറൈശ് ഗോത്രത്തിലെ ഖുസൈ ഇബ്നു കിലാബിന്റെ കാലത്ത് പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചു. ധാരാളം തീർത്ഥാടകർ കഅബ ഷരീഫയിലേക്ക് എത്തിത്തുടങ്ങി. പുതിയ ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നു. ഖുസൈ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഉത്തരവാദിത്തങ്ങൾ വേർതിരിച്ച് ആളുകളെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഹാഷിം ചുമതലയേറ്റു. ഖുസൈ ഇബ്നു കിലാബിന്റെ മകനാണ് ഹാഷിം. മനസ്സിലാക്കുക. ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ആരുടെ മകനാണ്? ചോദ്യം വരാറുണ്ട്. ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അൽ കഅബത്തു മുശറഫത്തു കിബ്ലത്തുന. പരിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. അത് ആദ്യം നിർമ്മിച്ചത് ആരാണ്? മലക്കുകളാണ്. ആദ്യത്തെ ഭവനമാണെന്ത്? പരിശുദ്ധ കഅബ. മനസ്സിലാക്കുക. അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. മനസ്സിലാക്കുക.
അപ്പോൾ ഇവിടെ വന്ന നക്റഉ വനഫ്ഹമു നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഫിഹ്ർ ഇബ്നു മാലിക് ഖുറൈശികളുടെ പൂർവ്വ പിതാവാണ്. മനസ്സിലാക്കുക. ജസീറത്തുൽ അറബിയ അറേബ്യൻ ഉപദ്വീപ്. മനസ്സിലാക്കുക. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ. ജസീറത്തുൽ അറബിയിലെ 8 രാജ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സൗദി അറേബ്യ, യമന്, ഒമാന്, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഇറാഖ്. ഈ 8 രാജ്യങ്ങളാണ് ജസീറത്തുൽ അറേബ്യയിൽ ഇപ്പോൾ ഉള്ളത്. മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ ത്വാലിബ് നോക്കാം. അപ്പം നമുക്ക് വർക്കിൽ ആദ്യം വരുന്നത് വാക്യം നിർമ്മിക്കാനാണ്. ഓടിയെത്തി എന്ന പദം എന്ന വാക്ക് വരുന്നൊരു വാക്യം നിർമ്മിക്കണം. ഓടിയെത്തി എന്താണ്? ഞാൻ മദ്രസയിൽ ഓടിയെത്തി. നമുക്കത് എഴുതി കൊടുക്കാം. ഞാൻ മദ്രസയിൽ ഓടിയെത്തി. ഞാൻ ക്ലാസ്സിലേക്ക് ഓടിയെത്തി. അങ്ങനെയൊക്കെ എഴുതാം. ഞാൻ വീട്ടിലേക്ക് ഓടിയെത്തി. അപ്പം നമുക്ക് ആ ഓടിയെത്തി എന്ന വാക്ക് അതിലുണ്ടായാൽ മതി. മനസ്സിലാക്കാം. ചുറ്റും നോക്കി. ഞാൻ ഉമ്മയെ വീടിന് ചുറ്റും നോക്കി. ഞാൻ ക്ലാസ്സിൽ ചുറ്റും നോക്കി. അങ്ങനെയൊക്കെ എഴുതാം. ചുറ്റും നോക്കി എന്ന പദം അതിൽ വരിക. അടുത്തതാ പ്രബോധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം പ്രബോധനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തു. മനസ്സിലാക്കുക. എഴുതുക. അങ്ങനെ എഴുതാം. അടുത്തതാ സന്താന പരമ്പര. എന്താണ്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പര. ഖുറൈശികളുടെ സന്താന പരമ്പര. അങ്ങനൊക്കെ നമുക്ക് പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്? വികസിച്ചു. എന്താണ്? ഫിഹ്ർ ഇബ്നു മാലിക്കിൻ്റെ കാലത്ത് മക്ക വലിയ നഗരമായി. ഖുസൈ ഇബ്നു കിലാബിൻ്റെ കാലത്ത് മക്ക വലിയ നഗരമായി വികസിച്ചു. മക്ക വലിയ നഗരമായി വികസിച്ചു. അങ്ങനെയും എഴുതാം. മനസ്സിലാക്കുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഐന തഖഉൽ കഅബത്തുൽ മുശറഫ്. അതാണ് പരിശുദ്ധ കഅബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പരിശുദ്ധ കഅബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ മക്കയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറബിയാണ് ചോദ്യം. നമുക്ക് ആൻസർ അറബി മലയാളത്തിൽ എഴുതാം. പരിശുദ്ധ മക്കയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കുക. അടുത്തത് മൻ ബനാഹ അവ്വലൻ. ആരാണ് ഇത് നിർമ്മിച്ചത്? പരിശുദ്ധ മക്ക ആദ്യം നിർമ്മിച്ചത് ആരാണ്? മലക്കുകളാണ്. മലക്കുകളാണ് പരിശുദ്ധ കഅബ ആദ്യം നിർമ്മിച്ചത്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താ? മൻ ആന ഇബ്രാഹിം അലൈഹിസ്സലാം അലാ ബിനായി കഅബത്തുൽ മുശറഫ്. പരിശുദ്ധ കഅബയുടെ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആരെല്ലാമാണ് സഹായിച്ചത്? ആരെല്ലാമാണ് സഹായിച്ചത്? അപ്പോൾ നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഭവനം കഅബ ഷരീഫാണ്. അത് ആദ്യം പണിതത് മലക്കുകളാണ്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടയാളപ്പെടുത്തി എഴുതുക. ഹാജറ ബീവിയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നിർമ്മാണത്തിൽ സഹായിച്ചത്. അപ്പം മനസ്സിലാക്കി എഴുതുക. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? കഅബ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യമായിട്ട് അറബിയിൽ വന്നതാണ്. കഅബ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന്. അപ്പം നമുക്കിവിടെ ഇത് വേണ്ട. ഇതിനു പകരം നമുക്ക് ഈ പാഠം മദ്രസ ബുക്കിലുണ്ടല്ലോ, ജനറൽ മദ്രസയിൽ. അവിടെ ഇതിവിടെ ഒരു ചോദ്യം വന്നത് എന്താണ്? ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം ഏത് എന്നാണ്. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം ഏത് എന്നാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത് ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ് കഅബ ഷരീഫ്. അപ്പോൾ നമുക്ക് അതേതാ? ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ് കഅബ ഷരീഫ്. അപ്പോൾ വിശുദ്ധ കഅബ എന്ന് നമുക്ക് എഴുതാം. അടുത്തതാ ജസീറത്തുൽ അറബ് ഏത് വൻകരയിലാണ്? ജസീറത്തുൽ അറബ് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്.
ഇവിടെ വായിച്ച നമ്മൾ ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്ന ജസീറത്തുൽ അറബിയിൽ ഇപ്പോൾ 8 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഏഷ്യ വൻകരയിൽ എന്നുള്ളത് അവിടെയൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് ആരാണ് ഖുറൈശികൾ? ആരാണ് ഖുറൈശികൾ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരക്കുട്ടിയായ അദ്നാൻ, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലെ ഫിയർ ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരക്കുട്ടിയായ അദ്നാനിൻ്റെ സന്താന പരമ്പരയിൽ ഫിയർ ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? നക്തുബുൽ കിസ്സമായി സംസം. സംസമിനെ കുറിച്ചൊരു കഥ എഴുതാനാണ്. എന്തെഴുതാം നമുക്ക്? നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സംസമിനെ കുറിച്ചിട്ട്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വയസ്സായി, കുട്ടികൾ ഉണ്ടായില്ല. കുഞ്ഞിന് വേണ്ടി അള്ളാഹു താലയോട് ദുആ ഇരുന്നു. അള്ളാഹു താല ദുആ സ്വീകരിച്ചു. ഹാജറ ബീവി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അള്ളാഹു താലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പുഴയും തോടും കിണറുകളും ഒന്നുമില്ലായിരുന്നു. ഹാജറ ബീവിയെയും മകനെയും കഅബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. കയ്യിലുള്ള വെള്ളം തീർന്നു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ദാഹിച്ചു കരഞ്ഞു. ഹാജറ ബീവി വെള്ളം അന്വേഷിച്ച് സഫ മർവ മലകൾക്കിടയിലൂടെ ഓടി. ചുറ്റും നോക്കി, ആരെയും കാണാനില്ല, എവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് സംസം ഉറവ് പൊട്ടിയത്. അവർ വെള്ളം കുടിച്ചു, ദാഹം തീർത്തു. വെള്ളം ധാരാളമായി ഒഴുകി. വെള്ളപ്പാച്ചിലുണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടി നിർത്തി. അതിൻ്റെ ഒഴുക്കു നിന്നും സംസം പുണ്യജലം നിന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഭാഗം നന്നായി മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടേക്ക് ഒരു പാരഗ്രാഫ് എഴുതാം. നിങ്ങളുടെ 3ാമത്തെ പാഠം ഈദുൽ അൽഹ എന്ന പാഠം അതിൽ നോക്കിയിട്ട് അവർക്ക് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇവിടെ ഒരു വർക്കാണ്. എന്താണ്? ജസീറത്തുൽ അറബിയിൽ ഇപ്പോൾ 8 രാജ്യങ്ങൾ മാപ്പിൽ നോക്കി കണ്ടെത്താണ്. ഏതൊക്കെയായിരുന്ന 8 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഏതൊക്കെയാണ്? സൗദി അറേബ്യ. അപ്പോൾ അത് ഇതിലെവിടെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ അത് പാഠത്തിലെ നക്ര എന്ന ഭാഗത്ത് ആണ് രാജ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലെവിടേക്കാണെന്നുള്ളത് ഇവിടെ പേരുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തെന്താണ്? നക്റ വ നക്തുബ്, വായിക്കുക, പകർത്തി എഴുതുക. അൽ കഅബത്തു മുശറഫു അവ്വലു ബൈത്തിൻ വുളിയ ലിന്നാസി വഹിയ ബി മക്കൽ മുക്കറം വ അവ്വല മൻ ബനാഹ മലായികത്തു സുമ്മ ബനാഹ ഇബ്രാഹിം അലൈഹിസ്സലാം വ ആനഹു അലൈഹി ഇബ്നു ഇസ്മായിൽ അലൈഹിസ്സലാം വ സൗജത്തു ഹാജറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇവിടേക്ക് പകർത്താം. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് വായിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ വെള്ളമുണ്ടായതോടെ അവിടെ ആളുകൾ താമസമാക്കി. മനസ്സിലാക്കുക. അപ്പോൾ അത് ഇതാണ് അവിടെ അർത്ഥം വരുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.